ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ വീഡിയോ. ഞാനിന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോ ആണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നോർമലി നമ്മൾ ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആണെങ്കിലും അല്ലെ എഡ്യൂക്കേഷൻ പർപ്പസിനാണെങ്കിലും നമ്മൾ റെഗുലർലി ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് വേറെ ഒന്നുമല്ല, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു PDF എഡിറ്ററാണ്. സോ നമുക്കറിയാം, നമ്മൾ നോർമലി PDF എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമുക്കൊരു പരിധി മുകളിൽ ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ പേ ചെയ്യേണ്ടി വരും. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. സോ അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് സ്റ്റോറേജ് ഒന്നും പോവാതെ വിത്തൗട്ട് എനി പേയ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോവുക, അതിൻ്റെ അത് PDF എഡിറ്റ് ഓൺലൈൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേ മുകളിൽ വന്നിട്ടുണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിലായിട്ട് സെഡ്ഡ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്, www.sedda.com. ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈസി ടു യൂസ് ഓൺലൈൻ PDF എഡിറ്റർ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലോഡ് PDF ഫയൽ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫയൽ ജസ്റ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാണ്. യെസ്, അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ അത്ര ഫാസ്റ്റായിട്ട് നമുക്കത് ജസ്റ്റ് അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊരു പുതിയ ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത്, ലെറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ടോപ്പിൽ ക്ലിക്ക് ചെയ്യാണ്. സീ ദിസ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. ഇത് ടോപ്പിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാവൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ജസ്റ്റ് കട്ട് ചെയ്യണം. ഇൻഷുറൻസ് അല്ല, സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും എഴുതി ചേർക്കാം. ഇപ്പോൾ ഞാൻ ബുക്ക് എന്ന് എഴുതി ചേർക്കാണ്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്നത് കാണാം, ട്രാവൽ ഇൻഷുറൻസ് ബുക്ക് എന്നാണ് അത് കാണുന്നത്. ഇനി സെയിം സാധനം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വേറൊരു പ്ലേസിലേക്ക് വെക്കണമെങ്കിൽ അതും പോസിബിൾ ആണ്. പൊസിഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് മാറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏത് പൊസിഷൻ വേണമെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നിടത്തൊക്കെ ഇത് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ചെറിയ ലെറ്റേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പാസ്പോർട്ട് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 333 മാറ്റി 222 ആക്കാണ്. അപ്പൊ ജസ്റ്റ് ഇത് രണ്ടും എഡിറ്റ് ചെയ്യാണ്. അപ്ലൈ ചേഞ്ചസ് താഴെ കൊടുക്കുക. ഇത്രയ്ക്ക് ഫാസ്റ്റ് ആണ്, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡൗൺലോഡ് കൊടുക്കുക. യെസ്, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓഫീസ് സ്യൂട്ട് വഴി ഞാൻ ഓപ്പൺ ചെയ്യാണ്. ട്രാവൽ ഇൻഷുറൻസ് ബുക്ക് എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. Z503722 ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പത്തെ ട്രാവൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ട്രാവൽ ഇൻഷുറൻസ് ബുക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പറിന്റെ പെർഫെക്ഷൻ നിങ്ങൾ നോക്കുക. 333 മാറി 222 ആയി. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായത് നോർമൽ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യുക. ഇതിൽ ഒത്തിരി നല്ല വശങ്ങളുണ്ട്. നമുക്കിപ്പോൾ CV എഡിറ്റ് ചെയ്യണമെങ്കിലോ, അതായത് നമുക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള PDF പോലും നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉപയോഗിക്കുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. So thank you so much. Bye.